നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആണവോർജ പദ്ധതിയുടെ നാഴികക്കല്ലായി തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള 500 മെഗാവാട്ട് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉൽപ്പാദനം തുടങ്ങിയിരിക്കുകയാണ്. ആണവ ഇന്ധനം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിലേക്കുള്ള വൻ മുന്നേറ്റമാണ് കൽപ്പാക്കത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന യുറേനിയത്തിനൊപ്പം ഇന്ത്യയിൽ ലഭ്യമായ തോറിയം ഇന്ധനവുമായി ഉപയോഗിക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിലൂടെ ഭാവിയിൽ വളരെ ചിലവ് കുറഞ്ഞ വൈദ്യുതി നമുക്ക് ഉറപ്പാക്കാം. ലോകത്ത് റഷ്യയ്ക്ക് മാത്രമാണ് ഫാസ്റ്റ് ബ്രീഡിംഗ് റിയാക്ടറുകളുള്ളത്. ഏപ്രിൽ 6 രാത്രി 8:25 ആദ്യ ക്രിറ്റിക്കാലിറ്റി, അതായത് നിയന്ത്രിത ഫിഷൻ ചെയിൻ റിയാക്ഷൻ നടന്നതോടെ റിയാക്ടർ പ്രവർത്തന സജ്ജമായി. പരമ്പരാഗത റിയാക്ടറുകളിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ. റിയാക്ടർ ക്രിറ്റിക്കാലിറ്റി കൈവരിച്ചതോടെയാണ് ഭാവിയിൽ വൻ വൈദ്യുതി ഉൽപ്പാദനത്തിലേക്ക് ഉയരാൻ രാജ്യത്തിന് അഭിമാനമാകുന്നത്. ഒരു ആണവ റിയാക്ടറിനുള്ളിൽ സ്വയം നിലനിൽക്കാൻ ശേഷിയുള്ള പ്രതികരണം ആരംഭിക്കുന്ന ഘട്ടമാണ് ക്രിറ്റിക്കാലിറ്റി. പുറത്തുനിന്നുള്ള സഹായമില്ലാതെ തന്നെ റിയാക്ടറിനുള്ളിലെ പ്ലൂട്ടോണിയം ആറ്റങ്ങൾ വിഘടിക്കുകയും ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. പ്ലൂട്ടോണിയം ഇന്ധനമാക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതൽ പ്ലൂട്ടോണിയം വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറാണിത്. 20 വർഷത്തിന് ശേഷമാകും റിയാക്ടർ പൂർണ്ണ ഉൽപ്പാദനശേഷി കൈവരിക്കുക. ആണവോർജ വകുപ്പിന് കീഴിലെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചും ഭാരതീയ നഭീകീയ വിദ്യുത് നിഗമും വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് റിയാക്ടറിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ 2ാം ഘട്ടമാണിത്. 2047 100 ജിഗാവാട്ട് ആണവോർജം എന്ന ലക്ഷ്യം നേടാൻ ഇവ സഹായിക്കും. താപ റിയാക്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായി യുറേനിയം പ്ലൂട്ടോണിയം മിക്സഡ് ഓക്സൈഡ് ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. റിയാക്ടറിലെ യുറേനിയം 238 മറ്റൊരു ഇന്ധനമായ പ്ലൂട്ടോണിയം 238 മാറുന്നതിനാലാണിത്. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ ഇന്ധനമായി തോറിയം 232 ഉപയോഗിക്കാൻ കഴിയും വിധമാണ് രൂപകൽപ്പന. ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന ന്യൂക്ലിയർ പ്രക്രിയയിലൂടെ തോറിയം മികച്ച ന്യൂക്ലിയർ ഇന്ധനമായ യുറേനിയം 233 മാറും. അതിനാൽ കേരളത്തിൽ സമൃദ്ധമായ തോറിയം ഉപയോഗിക്കാം. നിലവിലുള്ള പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളുടെയും ഭാവിയിലെ തോറിയം അധിഷ്ഠിത റിയാക്ടറുകളുടെയും ഇടയിലുള്ള പാലമായി ഫാസ്റ്റ് ബ്രീഡർ സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്നു. ഘനജലം ശീതീകരണത്തിനായി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഇന്ത്യയുടെ 1ാം തലമുറ ആണവ നിലയങ്ങൾ. തോറിയം ഇന്ധനമായി പ്രവർത്തിക്കുന്നവയാണ് ഭാവിയിലെ 3ാം തലമുറ റിയാക്ടറുകൾ. രണ്ടിനും ഇടയിലാണ് PFERന്റെ സ്ഥാനം. നിലവിലുള്ള റിയാക്ടറുകളിൽ നിന്നുള്ള പ്ലൂട്ടോണിയം ഇതിൽ ഉപയോഗിക്കാം. പരിമിതമായ യുറേനിയം ശേഖരത്തിന് പകരം ഇന്ത്യയുടെ തോറിയം ശേഖരം ഭാവിയിൽ ഉപയോഗപ്പെടുത്താനാവും. ഊർജ്ജ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള നൂതന റിയാക്ടർ നമ്മുടെ ശാസ്ത്രശേഷിയുടെ ആഴത്തെയും എഞ്ചിനീയറിംഗ് സംരംഭത്തിൻ്റെ ശക്തിയെയും പ്രതിഫലിപ്പിക്കുന്നു. 3ാം ഘട്ടത്തിൽ നമ്മുടെ വിശാലമായ തോറിയം കരുതൽ ശേഖരം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണിത്. ഭാരതീയ നഭീകീയ വിദ്യുത് നിഗം ലിമിറ്റഡ് ആണ് റിയാക്ടർ പ്രവർത്തിപ്പിക്കുന്നത്. പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമ്പോൾ റഷ്യയ്ക്ക് ശേഷം വാണിജ്യ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുള്ള 2ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളടക്കം 200-ൽ അധികം ഇന്ത്യൻ സംരംഭങ്ങൾ ഈ പദ്ധതിക്ക് ഊർജം പകർന്നു. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതാണ് റിയാക്ടർ. അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായ ഷട്ട്ഡൗണിനായി രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളടക്കം അതിലുണ്ട്. ക്രിറ്റിക്കാലിറ്റി കൈവരിച്ച റിയാക്ടർ പൂർണ്ണശേഷിയിൽ എത്തുന്നതിന് മുമ്പ് പരിശോധനയ്ക്കും ഘട്ടം ഘട്ടമായുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കലും വിധേയമാക്കും. ലക്ഷ്യം കൈവരിക്കുന്നതോടെ സ്വന്തമായി പ്രവർത്തനക്ഷമമായ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളുള്ള രാജ്യങ്ങളുടെ പട്ടികയിലും ഇന്ത്യ ഉൾപ്പെടും.